Hello dear students, ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ആയ ബാങ്കേഴ്സ് അൽഗോരിതം ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം ഡിസ്കസ് ചെയ്തു. ഇറ്റ്സ് ഓൾസോ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം, ബട്ട് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു റിസോഴ്സസ് ഹാവിംഗ് സിംഗിൾ ഇൻസ്റ്റൻസ്. But this algorithm, that is Banger's algorithm, is another deadlock avoidance algorithm which is applicable to the resources having several instances. Okay. So ആദ്യം നമുക്ക് ഞാൻ റിസോഴ്സ് അലോക്കേഷൻ അൽഗോരിതം പഠിപ്പിച്ചപ്പോൾ തന്നെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് പഠിപ്പിച്ചപ്പോൾ കുറച്ച് ടേംസ് ഞാൻ അവിടെ പഠിപ്പിച്ചിരുന്നു. ഡെഡ്ലോക്ക് അവോയ്ഡൻസ് പഠിപ്പിച്ചപ്പോൾ കുറച്ച് ടേംസ് അല്ലെങ്കിൽ കുറച്ച് ഡേറ്റ സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് ഇനി യൂസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡേറ്റ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, so let n be the number of process and m be the number of resource. Okay, n be the number of process and m be the number of resource types. Then four data structures are there. First one is available, max, allocation, need. അപ്പം ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇങ്ങനെ നമ്മൾ പഠിച്ചു എന്ന്. ഓക്കെ, അവൈലബിൾ, മാക്സ്, അലോക്കേഷൻ, നീഡ്. അല്ല, അവൈലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? Available in the data structure, it represents a number of available resources of each type. ഓരോ റിസോഴ്സസിൻ്റെ എത്ര ഇനി അവൈലബിൾ റിസോഴ്സസ് ഉണ്ട്, ഓരോ ടൈപ്പിനും ഇനി എത്ര അവൈലബിൾ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, അത് ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ വെക്ടർ ഓഫ് ലെങ്ത് എം. If available of j is equal to k, where k instances of the resource type j is available. അപ്പോൾ നമുക്ക് available of g is equal to k എന്ന് പറയുന്നത്, available of j is equal to k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സ് ടൈപ്പ് ആർ ജെക്ക് k ഇൻസ്റ്റൻസസ് അവൈലബിൾ ആണ്. ഓക്കെ, റിസോഴ്സ് ടൈപ്പ് k ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് ആർ ജെ is available. Next is max. Max means it's a maximum demand of each process. ഓരോ പ്രോസസ്സിൻ്റെ മാക്സിമം ഡിമാൻഡാണ്. മാക്സിമം അവർക്ക് ഇനി എത്ര ഇൻസ്റ്റൻസസ് വേണം റിസോഴ്സിൻ്റെ. സോ അതാണ് മാക്സ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആൻ n by n മാട്രിക്സ്. ഇഫ് മാക്സ് ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു കെ, ദെൻ പ്രോസസ് ഐ മേ റിക്വസ്റ്റ് അറ്റ് മോസ്റ്റ് k ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് ആർ ജെ. അപ്പം മാക്സ് ഓഫ് ഐ ജെയുടെ വാല്യൂ കെ ആണെങ്കിൽ മീനിങ് എന്താണ്? മാക്സ് ഓഫ് ഐ ജെയുടെ വാല്യൂ കെ ആണെങ്കിൽ മീനിങ് പ്രോസസ് പി ഐ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോസസ് പി ഐ മേ റിക്വസ്റ്റ് എത്ര ഇൻസ്റ്റൻസസ് ആണ്? അറ്റ്മോസ്റ്റ് കെ ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് ആർ ജെ. ദെൻ തേർഡ് വൺ ഇസ് അലോക്കേഷൻ. Allocation defines a number of resources of each type currently allocated to each process. ഓരോ പ്രോസസ്സിനും കറൻ്റ്ലി ഇപ്പോൾ അല്ലേ എത്ര റിസോഴ്സസ്, ഓരോ ടൈപ്പിലുള്ള എത്ര റിസോഴ്സസ് ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൗണ്ടാണ് ഈ അലോക്കേഷൻ എന്ന ഡേറ്റ സ്ട്രക്ചറിലുള്ളത്. എന്താണ്? ഡിഫൈൻസ് എത്ര നമ്പർ ഓഫ് റിസോഴ്സസ് ആണ് ഓരോ ടൈപ്പിലും, എത്ര നമ്പർ ഓഫ് റിസോഴ്സസ് ആണ് അലോക്കേറ്റഡ് ടു ഈച്ച് പ്രോസസ്. ഇറ്റ് ഈസ് ഓൾസോ an n by n matrix. If allocation of ij is equal to k, then pi is currently allocated. Allocation of ij is equal to k എന്ന് പറഞ്ഞാൽ പി ഐക്ക് ഇപ്പം കറൻ്റ്ലി എത്ര അലോക്കേറ്റ് ചെയ്തു? k ഇൻസ്റ്റൻസസ് ഓഫ് ആർ ജെ. k ഇൻസ്റ്റൻസസ് ഓഫ് ആർ ജെ അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, k ഇൻസ്റ്റൻസസ് ഓഫ് ആർ ജെ. ഓക്കെ, ദെൻ നീഡ്. വാട്ട് ഈസ് നീഡ്? Need data structure indicates the remaining resource need of each process. ഇനി എത്ര റിസോഴ്സസ് വേണം. സോ അവൈലബിൾ മീൻസ് എത്ര അവൈലബിൾ റിസോഴ്സസ് ഉണ്ട് എന്നുള്ളത്. മാക്സ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രോസസ്സിൻ്റെ മാക്സിമം ഡിമാൻഡ്. അലോക്കേഷൻ മീൻസ് ഇത്രയും റിസോഴ്സസ് ആണ് ഓരോ പ്രോസസ്സിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നീഡ് എന്ന് പറഞ്ഞാൽ ഇനി അവർക്ക് എത്ര റിസോഴ്സ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേരിൽ തന്നെ നമുക്കിത് ഡിഫൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. if need of i j is equal to k indicates pi may need k more instances. എന്ന് വെച്ചാൽ ഇനി k more instances വേണം to complete its task. ഓക്കെ, അപ്പം ഇവിടെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. ഫോർമുല ഇസ്
നീഡ് ഓഫ് ഐ ജെ ഇസ് ഈക്വൽ ടു മാക്സ് ഓഫ് ഐ ജെ മൈനസ് അലോക്കേഷൻ ഓഫ് ഐ ജെ. നീഡ് ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു പ്രോസസ്സിന് എത്ര വേണം. ഇപ്പോൾ എനിക്ക് മാക്സിമം ഒരു പ്രോസസ്സിന് ഇന്ന ഇൻസ്റ്റൻസ്, ഇപ്പോൾ പി ഐ എന്ന പ്രോസസ്സിന് ആർ ജെ എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ്, ആർ ജെ എന്ന് പറഞ്ഞ റിസോഴ്സ് ടൈപ്പ് മീൻസ് ഇൻസ്റ്റൻസസ് എനിക്കിപ്പോൾ 15 വേണമെങ്കിൽ, മാക്സിമം 15 വേണമെങ്കിൽ, ഓക്കെ, മാക്സിമം 15 വേണമെങ്കിൽ അലോക്കേറ്റ് ചെയ്തത് മാക്സിമം 15 വേണമെങ്കിൽ, പക്ഷെ അലോക്കേറ്റ് ചെയ്തത് ആകെ 10 ഉള്ളൂ. ബാക്കി ഇനി എത്ര ഇതും കൂടെ വേണ്ടി വരും, എത്ര ഇൻസ്റ്റൻസസ് ഓഫ് ഒരു റിസോഴ്സസ് വേണ്ടി വരും ടു കംപ്ലീറ്റ് ദിസ് ടാസ്ക് ഓഫ് ദിസ് പർട്ടിക്കുലർ പ്രോസസ്. ജസ്റ്റ് 15 minus 10, that is equal to 5, which is the need. So need is equal to simply max minus allocation. Simply max minus allocation. ഈ ഫോർമുല വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്കും മനസ്സിലാവും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ സേഫ്റ്റി അൽഗോരിതം. അപ്പോൾ നമ്മൾ നേരത്തെ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് പഠിപ്പിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, സേഫ് സ്റ്റേറ്റിനെ കുറിച്ചും സേഫ് സീക്വൻസിനെ കുറിച്ചും പറഞ്ഞു. എന്താണ് ഈ സേഫ് സീക്വൻസ് അല്ലെങ്കിൽ സേഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ safe state, okay, safe state or and safe sequence. സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു, ഒരു പ്രോസസ്സ് ഇപ്പോൾ ഒരു പ്രോസസ്സ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഇത്രയും റിസോഴ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് മസ്റ്റ് വെയിറ്റ്, അല്ലേ, അതിനത് പ്രോസസ്സിന് ചാൻസ് കൊടുക്കും. അങ്ങനെ ഏത് പ്രോസസ്സാണ് അത് എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു സേഫ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ആ പ്രോസസ്സ് ആയിരിക്കും ഫസ്റ്റ് പോകുന്നത്. സപ്പോസ് ഫസ്റ്റ് പോകുന്ന പ്രോസസ്സ് ഇപ്പോൾ P1 ആയിരിക്കും, P0 വെയിറ്റിംഗ് സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ സേഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആദ്യം P1 ആയിരിക്കും, അതിന് ശേഷമായിരിക്കും P1 വരുന്നത്. അപ്പോൾ ഈ ഒരു സീക്വൻസിനെയാണ് നമ്മൾ സേഫ് സീക്വൻസ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഈ ഒരു സേഫ് സീക്വൻസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ സേഫ് സീക്വൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ അൽഗോരിതമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റ് വർക്ക് ആൻഡ് ഫിനിഷ് ബി ദ വെക്ടേഴ്സ് ഓഫ് ലെങ്ത് m ആൻഡ് n റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇത് നമുക്ക് പ്രോബ്ലം, ഞാൻ പറഞ്ഞാൽ ഈ അൽഗോരിതം ഇപ്പം ഇങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ പ്രോബ്ലം ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഓക്കെ, ദെൻ ഇനീഷ്യലൈസ് വർക്ക് ഈസ് ഈക്വൽ ടു അവൈലബിൾ. അപ്പോൾ വർക്കും ഫിനിഷും രണ്ട് വെക്ടേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക, അതിൻ്റെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുക. വർക്ക് എന്ന് പറയുമ്പോൾ ഇസ് ഈക്വൽ ടു അവൈലബിൾ. ദ ക്വസ്റ്റ്യനിൽ നമുക്ക് അവൈലബിൾ തന്നിരിക്കും. ഓക്കെ, അവൈലബിളും അലോക്കേഷനും തന്നിരിക്കും. സോ നമുക്ക് അതിൽ നിന്ന് വർക്ക് നിന്ന് അവൈലബിൾ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ദെൻ ഫിനിഷ് ഓഫ് ഐ ആദ്യം ഫോൾസ് ആക്കി സെറ്റ് ചെയ്ത് വെക്കും. മീൻസ് ഫിനിഷ് ഓഫ് ഐ ഫോൾസ് ആണെങ്കിൽ ദാറ്റ് പ്രോസസ് സേഫ് സ്റ്റേറ്റിലല്ല. എപ്പോൾ ഫിനിഷ് ഓഫ് ഐ ട്രൂ ആവുന്നു അപ്പോൾ ആ പ്രോസസ്സ് സേഫ് സ്റ്റേറ്റിലാകും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി എല്ലാ പ്രോസസ്സിൻ്റെ ഫിനിഷ് ഓഫ് ഐ എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. ഇനി ഫൈൻഡ് ആൻ ഐ സച്ച് ദാറ്റ് ബോത്ത് ഫിനിഷ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു ഫോൾസ്, ദെൻ നീഡ് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക്. അതായത് നമുക്ക് വർക്കിൻ്റെ വാല്യൂ എന്താണ്, അവൈലബിൾ. ഓരോ ടൈമും നമ്മൾ അവൈലബിൾ ചേഞ്ച് ചെയ്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അത് ചേഞ്ച് ചെയ്തതാണ് നമ്മൾ വർക്കിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നീഡ് ഓഫ് ഐ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക്. നീഡ് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അവൈലബിളിനെ കാട്ടി കുറവാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്താണ് അർത്ഥം, അപ്പോൾ ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ, ഇഫ് ഫിനിഷ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു ഫോൾസ് ആൻഡ് നീഡ് ഓഫ് ഐ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണെങ്കിൽ, അത് ട്രൂ ആണെങ്കിൽ, ഇങ്ങനെ ഒരു ഐ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 4. ഇങ്ങനെ ഒരു ഐ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ ന്യൂ വാല്യൂ ഓഫ് വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ഓഫ് ഐ. ദെൻ ഫിനിഷ് ഓഫ് ഐ ട്രൂ ആക്കും. ദാറ്റ് മീൻസ് ദാറ്റ് പ്രോസസ് വിൽ ബി ഇൻ സേഫ് സ്റ്റേറ്റ്. സോ അതിൻ്റെ ഫിനിഷ് ഓഫ് ഐ എന്തായിരിക്കും, ട്രൂ ആക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ഒരു അൽഗോരിതം ഇപ്പോൾ ഒന്ന് കേട്ട് വെക്കുക. നമുക്ക് ആ ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നല്ലപോലെ മനസ്സിലാകും. ഓക്കെ, ഇനി ഇപ്പം ഒരു ഐ കണ്ടുപിടിച്ചു, ഫിനിഷ് ഓഫ് ഐ ഫോൾസും അല്ല, നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്കും അല്ല, ഇങ്ങനെ ഒരു ഐ എക്സിസ്റ്റ്
ചെയ്യുന്നില്ലെങ്കിൽ we need to go to step 4. സ്റ്റെപ്പ് 4 പോകുമ്പം എല്ലാ പ്രോസസ്സും മീൻസ് എല്ലാ പ്രോസസ്സും എന്ന് വെച്ചാൽ ഐ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിൻ്റെ നമ്പറാണ്. ഓക്കെ, പ്രോസസ്സിൻ്റെ നമ്പറാണ്. പ്രോസസ്സ് ഇപ്പോൾ P0 to P4 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 0 to 4 വരെ വേരി ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഐ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഐ ഒരു എക്സിസ്റ്റ് ചെയ്യുന്നില്ല ആൻഡ് ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുവാണെങ്കിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ് 4. ഗോ ടു സ്റ്റെപ്പ് 4 മീൻസ് എല്ലാ പ്രോസസ്സിൻ്റെയും ഫിനിഷ് ഓഫ് ഐ ട്രൂ ആണെങ്കിൽ നമുക്ക് പറയാം ദ സിസ്റ്റം ഈസ് ഇൻ സേഫ് സ്റ്റേറ്റ്. അതർവൈസ് ഏതെങ്കിലും ഒരു പ്രോസസ്സ് അൺസേഫ് സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ്, അതായത് ഫിനിഷ് ഓഫ് ഐൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു പ്രോസസ്സിൻ്റെ ഫിനിഷ് എന്ന് പറയുന്നത് വാല്യൂ ഫാൾസ് ആണെങ്കിൽ ദ സിസ്റ്റം വിൽ നോട്ട് ബി ഇൻ സേഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്താണ് നമ്മൾ സേഫ് സ്റ്റേറ്റ് സീക്വൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതവും ഉണ്ട്. അപ്പം അത് എന്നുവെച്ചാൽ ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻ നോർമലി ചോദിക്കുന്നത് ബാങ്കേഴ്സ് അൽഗോരിതം വെച്ചിട്ട് നീഡ് മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നീഡ് മെട്രിക്സിൻ്റെ ഫോർമുല ഇസ് മാക്സ് മൈനസ് അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് അത് മാക്സ് മൈനസ് അങ്ങനെ നീഡ് മെട്രിക്സ് കിട്ടും. പിന്നെ ചോദിക്കുന്നത് വെദർ ദ സിസ്റ്റം ഈസ് ഇൻ സേഫ് സ്റ്റേറ്റ് ഓർ നോട്ട്. അപ്പോൾ സേഫ്റ്റി അൽഗോരിതം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, സേഫ് സ്റ്റേറ്റ് സീക്വൻസ് കണ്ടുപിടിക്കുക. ഇനി ചോദിക്കുന്നത് റിക്വസ്റ്റ് റിസോഴ്സ് റിക്വസ്റ്റ് എന്നുവെച്ചാൽ ഒരു ഇത് തന്നിട്ട്, ഒരു റിസോഴ്സ് റിക്വസ്റ്റ് തന്നിട്ട് വിൽ ബി ഏബിൾ ടു കാൽക്കുലേറ്റ് ദ പർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ. ഓക്കെ, അതായത് ഒരു പ്രോസസ് ഒരു റിക്വസ്റ്റ് വരുവാണ്, ഒരു പ്രോസസ്സ് P1 സപ്പോസ് P1 P2 എന്ന ഒരു റിക്വസ്റ്റ് വരുവാണ് ഇന്ന റിസോഴ്സിന് വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് നമുക്കത് ആ ഒരു ഇന്ന റിസോഴ്സ് ഇത്ര വേണം, ഇന്ന റിസോഴ്സ് ഇനിയും വേണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യുമോ ഇല്ലയോ? ആ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യുവാണെങ്കിൽ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ സേഫ് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? സോ അങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചോദിക്കാം. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം വെച്ചിട്ടാണ് നമ്മളത് പ്രൊസീഡ് ചെയ്യുന്നത്. സോ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. ആദ്യം എന്താ ചെയ്യുന്നത്, റിക്വസ്റ്റ് ഓഫ് ഐ ഇസ് ഈക്വൽ ടു റിക്വസ്റ്റ് വെക്റ്റർ ആക്കും. എന്നിട്ട് റിക്വസ്റ്റ് ഓഫ് j is equal to k, then process request ij is equal to k, then process pi wants k instances of resource type j. If request of I less than or equal to need of I, go to step 2. Okay, if request of I less than or equal to available, then go to step 3. Go to step 3 എന്താണ് പറയുന്നത്, pretend to allocate requested resources to BI by modify. അപ്പം ഇങ്ങനെ സ്റ്റേറ്റ് മോഡിഫൈ ചെയ്യണം. ഇങ്ങനെ സ്റ്റേറ്റ് മോഡിഫൈ ചെയ്യുമ്പോൾ സ്റ്റിൽ ദ പ്രോസസ് ഈസ് ഇൻ സേഫ് സ്റ്റേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ക്വസ്റ്റ്യൻ അപ്പോൾ ഞാൻ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ അൽഗോരിതത്തിൻ്റെ യൂസ് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോർമലി ഇങ്ങനെ വരുന്ന ബാങ്കേഴ്സ് അൽഗോരിതം വെച്ചിട്ട് ഇപ്പോൾ ഗിവൺ allocation matrix and max matrix and also the available, and we need to calculate the content, we need to calculate the value of need matrix, then and also this next we will be calculating the safe sequence, that whether the system is in safe state or not. If yes, safe state ആണെങ്കിൽ safe sequence മെൻഷൻ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ സേഫ്റ്റി അൽഗോരിതം വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഇപ്പോൾ ഒരു റിക്വസ്റ്റ് P1 എന്നുള്ള റിക്വസ്റ്റ് വരുവാണ്, ഇന്ന റിസോഴ്സസ് എനിക്ക് ഇത്രയും വേണം ഇനിയും വേണം എന്ന് പറയുവാണെങ്കിൽ ആ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യുമോ ഇല്ലയോ? ഗ്രാൻഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സേഫ് സീക്വൻസ് എന്താണ്? അങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഒരു പ്രോബ്ലം നോക്കുമ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കിട്ടും നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വിൽ ബി ഡിസ്കസിങ് one university question related to Banker's algorithm. Okay, thank you.